ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ റാപ്പർ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു പോലീസ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഗൂഢാലോചനയില്ലെന്നും എല്ലാം വന്നിട്ട് പറയാമെന്നും വേടൻ. ഞാൻ ഇപ്പൊ അതിനുള്ള സമയമല്ല, ഞാൻ വന്ന് മിണ്ടും. ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പൊ എന്നെ പോകാനാ ചോദിക്കണം പ്ലീസ്. ഇല്ല, ആരും ഒന്നും കുടിക്കുന്നല്ല. ഒരു ഗൂഢാലോചന വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിലുള്ള ആരാധകനാണ് പുലിപ്പല്ല് സമ്മാനം നൽകിയതെന്ന് വേടന്റെ മൊഴി. മൃഗവേട്ട വകുപ്പ് ചുമത്തി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടനെ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, വിശദാംശങ്ങൾ. തീർച്ചയായും അല്പം മുമ്പാണ് വേടനെ ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടൻ ഉൾപ്പെടെ 9 പേർക്കും ജാമ്യം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. സ്റ്റേഷൻ ജാമ്യത്തിലാണ് 9 പേരെയും വിട്ടയച്ചത്. അതോടൊപ്പമാണ് പിന്നീട് വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയാണ് വേടന് കുരുക്കായത് എന്ന് തന്നെ നമുക്ക് പറയാം. ആ മാല അത് പുലിപ്പല്ലാണ് എന്നുള്ള കാര്യം വേടൻ തന്നെ പറയുന്നുണ്ട്. അത് ഒരു തമിഴ്നാട്ടിലുള്ള ആരാധകൻ അത് പുലിപ്പല്ലാണ് എന്ന് നൽകിയതാണെന്ന് പറഞ്ഞ് നൽകിയതാണ്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം വേടൻ പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും വനംവകുപ്പിന് പിന്നീട് കേസെടുത്ത് മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുമുണ്ട്. വനംവകുപ്പ് ഇത് പ്രാഥമികമായി ഇത് പുലിപ്പല്ലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അന്തിമമായി ഇതിന്റെ ഫലം പറയണമെങ്കിൽ DNA ടെസ്റ്റ് അടക്കമുള്ളവ നടത്തേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ ഇല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയുള്ളൂ. അപ്പോഴാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുക. ഇപ്പോൾ മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആ വകുപ്പുകൾ ചുമത്തുമ്പോൾ പോലും ഇതിന്റെ അന്വേഷണം കൂടുതൽ വലിയ രീതിയിൽ നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഈ ഒരു പല്ല് കൈമാറിയ ആളെ കണ്ടെത്തണം, ഇത് ഇയാൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് കണ്ടെത്തണം, ഇയാൾ ഇത് വിദേശത്തു നിന്നോ വല്ലോ വാങ്ങിയതാണെങ്കിൽ അത് ലൈസൻസോട് കൂടിയാണ് വാങ്ങിയതെങ്കിൽ ഇതിന്റെ ഒരു രീതി മാറും, അല്ലെങ്കിൽ ആ കേസിന്റെ ഒരു ഗ്രാവിറ്റിയിൽ മാറ്റം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട സാഹചര്യമുണ്ട്. നാളെ ആയിരിക്കും വേടനെ വനം വകുപ്പ് കോടതിയിൽ ഹാജരാക്കുക. ഇത് ജാമ്യം ലഭിക്കാൻ സാധ്യത കുറവുള്ള ഒരു കേസാണ് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം മൃഗവേട്ട അടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ വേടനെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്യും. എന്തായാലും വിശദമായി താൻ കാര്യങ്ങൾ തിരിച്ചെത്തിയതിനു ശേഷം സംസാരിക്കാമെന്നുള്ള കാര്യമാണ് വേടൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് താൻ ഈ ഒരു സമയത്ത് കൂടുതൽ വിശദമാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ആരും കുടുക്കിയതല്ല എന്നുള്ള കാര്യവും വേടൻ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പിന്നീട് നൽകാമെന്നുള്ള നിലപാടാണ് വേടനുള്ളത്. ഏതായാലും കഞ്ചാവ് കേസിൽ വേടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അത് വളരെ കുറഞ്ഞ അളവിലുള്ള കഞ്ചാവാണ് കണ്ടെടുത്തതിനാലും അത് വേടന്റെ ശരീരത്തു നിന്നോ വസ്ത്രങ്ങളിൽ നിന്നോ ഈ കഞ്ചാവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുകയാണെങ്കിൽ ആ മുറിയിലുള്ള എല്ലാവരും ആ കേസിൽ NDPS ആക്ട് പ്രകാരം പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് വേടനെയും ഈ കേസിൽ പ്രതിയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ കേസിൽ ശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ പുലിനകം മാലയിലുണ്ടായിരുന്ന പുലിനകം അതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ്, പുലിയുടെ പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇനി വേടന നിയമ നടപടികൾ നേരിടേണ്ടി വരിക. ശരി, ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.